കടന്നു വന്ന എല്ലാവർക്കും വന്ദനം. തുടർന്ന് അല്പസമയം കർത്താവിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. ലെറ്റ് us look into God's word. Please turn with me to Matthew's Gospel chapter 5 and verse 8. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം വാക്യം ദയവായിട്ട് വായിക്കുകയും നമുക്ക് തുടർന്ന് അല്പസമയം ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചന ഭാഗത്ത് നിന്ന് നമ്മൾ വിശേഷിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്ന പ്രസിദ്ധമായ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ആ വേദഭാഗത്തിൻ്റെ ഇൻട്രഡക്ടറി പാർട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We have been meditating upon the introduction to the what is famously known as the Sermon on the Mount in Matthew's Gospel chapter 5, 6 and 7. And we have stayed there in the introductory part long enough that I think we know what does it really mean. നാം ആ വേദഭാഗത്ത് കഴിഞ്ഞ നാളുകളിൽ പല സമയം ആവർത്തിച്ച് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പല കാര്യങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്താണ് കർത്താവ് അത് അർത്ഥമാക്കുന്നതെന്നുള്ള വിഷയം നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയട്ടെ. ഇത് ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ അടയാളപ്പെടുത്തുന്ന these are some of the telltale signs, evidences that mark a disciple of Christ. ഒരു ക്രിസ്തു ശിഷ്യനെ തിരിച്ചറിയുവാൻ കഴിയുന്ന ചില തെളിവുകളാണ്, അല്ലെങ്കിൽ പ്രകടമാകുന്ന ചില സ്വഭാവങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ചിന്തിച്ചു. ഇത് ആത്മാവിൻ്റെ വരം എന്ന് പറയുന്നത് പോലെ ഇത് we are not permitted to pick and choose which grace is appropriate for me and I will major on that. I will leave the rest because I don't know how to deal with that. It's not that way. But this is just as the fruit of the Spirit is a single entity which has got many facets. This is also the many facets of a disciple of Christ. ഇത് ഒരു ക്രിസ്തു ശിഷ്യനെ തിരിച്ചറിയുവാൻ കഴിയുന്ന അനേക ഗുണങ്ങളാണ്, സ്വഭാവ വിശേഷണങ്ങളാണ്. നമ്മൾ ഓരോന്ന് ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഓരോ ഗുണങ്ങളും അടുത്തതിലേക്ക് നയിക്കുകയാണെന്ന് നമ്മൾ ചിന്തിച്ചു. ഉദാഹരണത്തിന്, if a person is truly poor in spirit, he will not stay there. He will go to the next one because he knows he is poor and he knows fully well that nothing in himself is able to be pleasing before God. He knows he is poor and only God's grace can sustain him. He mourns for his lost innocence because he is poor spiritually. He mourns for his poverty. അത് ആത്മാവിൽ ദരിദ്രനാണെങ്കിൽ അവൻ്റെ ആത്മീക ദാരിദ്ര്യത്തെക്കുറിച്ച് അവൻ ദുഃഖിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ദരിദ്രനും ദുഃഖിക്കുന്നവനും ആണെങ്കിൽ അവൻ മറ്റുള്ളവരെക്കാൾ കേമനല്ല എന്നവൻ അറിയാം. Therefore that will in turn make him a meek person. Verse 5. And because he can only be satisfied with the righteousness of God, he will always hunger and thirst for God's righteousness. അപ്പോൾ ദരിദ്രനായ
ദുഃഖിക്കുന്നവനാകുന്ന സൗമ്യതയുള്ള ശിഷ്യന് മനസ്സിലാകും ദൈവത്തിൻ്റെ നീതി അവനിൽ നിറയപ്പെട്ടാൽ മാത്രമേ അവന് തൃപ്തി വരത്തുള്ളൂ. സോ ഹി വിൽ ഫോർ എവർ, എപ്പോഴും അതിനുവേണ്ടി വിശന്ന് ദാഹിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ നീതി കിട്ടിയതുകൊണ്ട്, ബിക്കോസ് ഹി റിസീവ്ഡ് ഗോഡ്സ് റൈച്ചസ്നെസ്, ബിക്കോസ് ഓഫ് ഗോഡ്സ് മേഴ്സി, ഹി റിസീവ്ഡ് മേഴ്സി ഇൻ ഇഫക്റ്റ്. ദൈവത്തിൻ്റെ കൃപയാൽ, കരുണയാൽ അവന് ദൈവത്തിൻ്റെ നീതി സപ്ലൈ ചെയ്യുന്നത് കൊണ്ട്, ബിക്കോസ് ഹി നോസ് ദ സോഴ്സ് ഓഫ് righteousness is not in himself but God, therefore he always be thankful because God is being so merciful to him, and he knows he has been forgiven, and therefore in mercy he will forgive, he will bear with others, and he will also help them because he knows what does it feel to be poor and needy. അങ്ങനെ ദരിദ്രനും എളിയവനുമായിരിക്കുന്ന താഴ്മയുള്ള ഒരു വിശുദ്ധൻ, ഒരു ദൈവപൈതൽ, അവൻ ദൈവത്തിൻ്റെ നീതി ദൈവം അവിടുത്തെ കൃപയിൽ ദാനമായിട്ട് കൊടുത്തതായതുകൊണ്ട് അവൻ എന്തു ചെയ്യും? അവൻ കരുണയുള്ളവനായിരിക്കും. 10,000 വെള്ളിക്കാശ് കിട്ടിയവൻ, ഇളച്ച് കിട്ടിയവൻ, 5 വെള്ളിക്കാശ് കിട്ടിയവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുകയില്ല. ഇഫ് ഹി റിയലി നോസ് he has been forgiven of a greater debt than others owe him. മറ്റുള്ളവർക്ക് തനിക്ക് കടപ്പെട്ടിരിക്കുന്നതിനേക്കാളും വലിയ കടം താൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എങ്കിലും ദൈവം അത് കരുണയാൽ ഇളച്ചു തന്നതുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാട്ടുവാൻ, അവരോട് ഫോർഗീവ് ചെയ്യുവാൻ അവനെപ്പോഴും കഴിയും. ദിസ് ഈസ് എ ഡിസൈപ്പിൾ. ഇതാ ഒരു ശിഷ്യൻ. ആ ശിഷ്യൻ അവൻ്റെ അടുത്ത ഗുണം എന്നുള്ളത് കർത്താവ് ഇവിടെ പറയുകയാണ് അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ. ബിക്കോസ് ഹി ഈസ് സോ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഹി വിൽ ബി പ്യുവർ ഇൻ ഹാർട്ട്. നമ്മൾ കണ്ടു ഓരോ ആ ബിയാറ്റിറ്റ്യൂഡിൻ്റെ ഒപ്പവും അതിൻ്റെ ഒരു ആ ഗുണം പറഞ്ഞേച്ച് അതിൻ്റെ ഒരു റിവാർഡും പറയുന്നത് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യം, ബ്ലെസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട് ഫോർ ദേ ഷാൽ സീ ഗോഡ്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായിട്ട് ഇൻട്രൊഡക്ഷനായിട്ടൊരു കാര്യം നമ്മൾ ചിന്തിച്ചു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ അടുത്ത ഏറ്റവും അധികം ഒരു പക്ഷേ പൗലോസിനെ പോലെ അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ അല്ലെ അബ്രഹാമിനെ പോലെയൊക്കെ ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയുന്ന ഒരാളാണ് മോശ. ആ മോശ ഒരിക്കൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അദ്ദേഹം ആഗ്രഹിച്ചത് ആ പ്രശ്നങ്ങളുടെ കേവല പരിഹാരത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ മുഖം കാണാൻ താൻ ആഗ്രഹിച്ചു. കർത്താവേ, അവിടുത്തെ തേജസ് എനിക്ക് കാണണം. ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ ആഗ്രഹിച്ച മോശയോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, മോശെ, അത് കാണാൻ സാധ്യമല്ല. കാരണം അത് in the presence of that dazzling brightness of God's glory, every creature will be finished. No one can stand that. God in all of his glory. ദൈവത്തെ അവിടുത്തെ സകല മഹത്വത്തിലും ആർക്കും കാണാൻ പറ്റുകയില്ല. അപ്പോൾ ആ വേദഭാഗം
നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പാപിയാകുന്ന ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടിട്ട് ജീവനോടെ ഇരിപ്പാൻ കഴിയുകയില്ല. ആ ഒരു വലിയ ബോധ്യം ഇസ്രായേലിയർക്കെല്ലാം ഉണ്ടായിരുന്നു. നമ്മളത് കാണുന്നുണ്ട് പഴയ നിയമത്തിൽ. ഇവിടെ പുതിയ നിയമത്തിൽ ഒരു ശിഷ്യനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. ഓക്കെ, ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാം. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ കണ്ടു, ഈ വേദഭാഗങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രസൻറ്റ് ആപ്ലിക്കേഷനുണ്ട്, ഒരു ഫ്യൂച്ചർ ആപ്ലിക്കേഷനുമുണ്ട്. ഇപ്പോഴുള്ള ഒരാത്മീക അനുഭവമുണ്ട്, ഭാവിയിൽ അക്ഷരീകമായി അനുഭവിപ്പാൻ പോകുന്ന ഒരു ആസ്പെക്റ്റും ഈ ബ്ലെസ്സിങ്ങിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ അനുഗ്രഹത്തിൽ, ഈ ഭാഗ്യാവസ്ഥയിൽ ഇപ്പോഴത്തെ അനുഭവം മാത്രമല്ല, ഭാവിയിലും കിട്ടും. അപ്പോൾ ഇവിടെയും ഹൃദയശുദ്ധിയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്കറിയാം ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇൻ ഫ്യൂച്ചറിൽ നമ്മളെല്ലാവരും ദൈവത്തെ കാണും, ഒരു സംശയമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനിച്ച സകല ദൈവമക്കളും ദൈവത്തെ കാണും. വീണ്ടും ജനിച്ചവരേ ഉള്ളൂ കേട്ടോ, അല്ലാത്തവരില്ല. അവർ ദൈവത്തെ കാണും. എന്നാൽ ആ ഒരു കാര്യം മാത്രമല്ല കർത്താവ് ഇവിടെ പറയുന്നത്. കാരണം അതൊരു പ്രസൻറ്റ്, എന്താ പറയുന്നേ, ഒരു വർത്തമാനകാല ബ്ലെസ്സിങ് ആയിട്ടൂടെയാണ് ഇതെല്ലാം കർത്താവ് പറയുന്നത്. എല്ലാം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ? ആൻഡ് വെൻ ഇറ്റ് ഡസ്, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്? ആൻഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി പ്യുവർ ഇൻ ഹാർട്ട്? പ്യൂരിറ്റി ഓഫ് ഹാർട്ട് അതെന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഹൃദയമെന്നുള്ള ആ ഒരു മെറ്റഫർ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, the metaphor used of a person, of his heart, is used in the sense of representing the inner person. ഒരു വ്യക്തിയെ അവൻ്റെ ആന്തരികമാകുന്ന കാര്യത്തെ, അല്ലെങ്കിൽ ആന്തരികമാകുന്ന വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുവാൻ ആലങ്കാരികമായിട്ട് മെറ്റഫറിക്കലി ഉപയോഗിച്ചിരിക്കുന്ന ഒരാശയമാണ് ഹൃദയമെന്നുള്ളത്. And if you take that metaphor further, heart is the most important organ in the body. ആ ഒരു ആലങ്കാരിക പ്രയോഗം അല്പം നമ്മളൊന്ന് മുന്നോട്ട് വിശദീകരിച്ചാൽ, ഹൃദയമെന്നുള്ളത് ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. If heart is faulty, then your life becomes difficult. ഹൃദയം കേടുവന്നാൽ നമ്മുടെ ജീവിതത്തെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. Because heart is the organ which pumps the life into every cell of the body. ഓരോ കോശങ്ങളിലേക്കും ജീവൻ കൊടുക്കുന്നത് ഈ ഓർഗനാണ്. ആ ഓർഗന് തടസ്സം ആയാൽ അത് ജീവിതത്തെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അകത്തോട്ടും പുറത്തോട്ടും വരുന്ന ആ കുഴലുകളിൽ
എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടായാൽ വലിയ പ്രശ്നമാണ്. ഇനിയും ചില മിനിറ്റുകൾ ഹാർട്ട് സ്പന്ദിക്കാതെ ഇരുന്നാൽ, അത് ത്രോബ് ചെയ്യാതെ ഇരുന്നാൽ, then a person is clinically dead. അവൻ്റെ തലച്ചോറ് പ്രവർത്തന രഹിതമാകും. അതുകൊണ്ടാണ് നമ്മൾ CPR ഒക്കെ കൊടുക്കുന്നത് പെട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആലങ്കാരികമായിട്ട് ഒരു മനുഷ്യനെ അവനെ ശരിയാകുന്ന ജീവനിൽ നിലനിർത്തുന്നത് ഹൃദയമാണെങ്കിൽ, ആത്മീകമായിട്ട് ഒരു മനുഷ്യനെ വ്യക്തമായിട്ടും ദൈവഭക്തിയോടെ ജീവിപ്പാൻ അവനെ സഹായിക്കുന്നത് അവൻ്റെ ആന്തരികമാകുന്ന വിശുദ്ധിയാണ്. എന്താണ് ആന്തരിക വിശുദ്ധി? യേശു കർത്താവ് ഇവിടെ പറയുമ്പോൾ, of course he does mean inward purity as opposed to outward and ceremonial, no doubt about that. യേശു കർത്താവ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ, ഹൃദയത്തെ ആന്തരിക മനുഷ്യൻ്റെ ആ ഒരു അനുഭവമായിട്ട് പ്രതിനിധാനം ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് അർത്ഥമാക്കുന്ന ഒന്നാമത്തെ അർത്ഥം പുറമേ ഉള്ളതിനും ബാഹ്യമായതിനും ആചാരപരമായിട്ടുള്ളതിനും നേരെ വിപരീതമായിട്ടുള്ള ആന്തരിക വിശുദ്ധിയാണ്. ആചാരപരമായിട്ടും ബാഹ്യമായിട്ടും വിശുദ്ധി കീപ്പ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അത് നമുക്ക് ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം, ഞാൻ മീശ പഠിച്ചാൽ വിശുദ്ധനാകുമെങ്കിൽ ഞാൻ എന്നും മീശ പഠിക്കും. ഞാനെന്നും മീശ പഠിക്കുന്ന ആളാണ്. വിശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്, പ്രസൻറ്റബിൾ ആകണം, അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പുറമേ ഉള്ള ഒരു കാര്യം, നിങ്ങൾ ചിലരെന്നോട് പിണങ്ങുമെന്നല്ല, ഇപ്പം പിണങ്ങും, പിന്നെ പിണക്കം മാറും. കാരണം പുറമേ ഉള്ള കാര്യങ്ങൾ ഈ ജഡത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ജഡമെന്നുള്ള വിഷയത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഈ ജഡത്തിൻ്റെ ഒരു പ്രശ്നം എന്നറിയോ? ഈ ജഡത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് ഞാൻ 5 മിനിറ്റേ പ്രാർത്ഥിക്കത്തുള്ളൂ, ഇന്ന് ഞാൻ 15 മിനിറ്റ് കൊള്ളാം. ഇന്ന് എനിക്ക് തോന്നുന്നു അല്പം കൂടെ. ഇന്ന് ഞാൻ അന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഞാൻ ദൈവത്തോട് അടുത്തു. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ജഡമാണ്. ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നെങ്കിൽ അത് ജഡമാണ്. ഒരു സംശയമില്ല. കാരണം അതെനിക്ക് എളുപ്പമാണ്. ഈ ജഡം ഭയങ്കര അപ്പീലിങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിരിക്കുന്നിടത്ത് വേറൊരുത്തൻ അത്ര ക്ലിയർ അല്ലെങ്കിൽ എനിക്ക് അവനോട് ഒരു എന്നാ പറയുന്നത്, പുച്ഛമാണ് അല്ലേ? ഞാൻ ക്ലിയറാണ്, മറ്റവൻ അത്ര ക്ലിയർ അല്ല. അവിടെ അതിലും ഞാൻ ഭയങ്കര അഭിമാനി. ഇതെല്ലാം ജഡമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ ഈ ഒരു കാര്യം അല്പം ഒന്ന് വിശദീകരിച്ചപ്പോൾ ഒരു സഹോദരൻ എന്നെ അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് വിളിച്ച് പറയുക, ഓക്കെ പാസ്റ്ററേ, ഞാൻ വെള്ളയുമിട്ട് മീശയും മടിച്ചാണ് വരുന്നത്, അടുത്ത സൺഡേ ഞാൻ കറുത്തുടുപ്പ് ഇട്ട് മീശയും വെച്ച് വരുന്ന എന്തോ ചെയ്യുമെന്ന്. ഞാൻ പറയാം, ഞാനൊന്നും ചെയ്യില്ല, ഞാനെന്നോ ചെയ്യാനാ? ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ലേ? നിങ്ങൾ ഇന്ത്യക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. അയ്യോ, ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തേതുണ്ട്. പ്രിയപ്പെട്ടവരെ, ബാഹ്യമാകുന്ന ചില കോസ്മെറ്റിക്
ചേഞ്ചിനെ കുറിച്ചല്ല. ഓഫ് കോഴ്സ് അത് ഇമ്പോർട്ടൻ്റാണ്. സഭായോഗത്തിന് വരുന്നത് പിക്നിക്കിന് പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരരുത്. ദാറ്റ്സ് ബാഡ്. ഓഫീസിൽ പോകുമല്ലോ, പിന്നെന്തിനാ സഭായോഗത്തിന് വരുന്നത്? വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, പ്രസൻറ്റബിൾ ആയിരിക്കണം. റിവീലിംഗ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരരുത്. ഐ എം റഫ്ലിംഗ് so many fathers today. No problem. Maybe, I don't know. Decently dressed ആയിരിക്കണം, moderately dressed ആയിരിക്കണം, presentable ആയിരിക്കണം. അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലോകത്തിൻ്റെ പ്രമാണം അനുസരിച്ച് തന്നെ അത് വളരെ ആവശ്യമാണ്. ലീവ് അലോൺ ദ സ്പിരിച്വൽ തിങ്, ലീവ് അലോൺ ചർച്ച്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതല്ല എൻ്റെ വിഷയം. എന്നാൽ യേശു കർത്താവ് പറയുന്ന ഈ കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഓഫ് കോഴ്സ് ജീസസ് ഈസ് സ്പീക്കിംഗ് about inward purity as opposed against outward and ceremonial. That is important because there is a rich biblical precedent to what Jesus has said here. കർത്താവ് ഇവിടെ പറഞ്ഞതിന് ഒരു വലിയ പഴയ നിയമ തിരുവഴുത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ഉദാഹരണത്തിന് സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നാൽ 24-ാമത്തെ സങ്കീർത്തനമാണ് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് റെഫർ ചെയ്തു. 24-ന്റെ 3-4 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. നോക്കുക, അപ്പൊ വെടിപ്പുള്ള കൈയും ആരാണ് യഹോവയുടെ പർവ്വതത്തിൽ കയറുന്നത്? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെടിപ്പുള്ള കൈ. കൈ എന്തിനാ സൂചിപ്പിക്കുന്ന? കൈ എന്തിനാ സൂചിപ്പിക്കുന്നത്? പ്രവൃത്തികളെ, ബിഹേവിയറിനെ. ബിഹേവിയർ ഈസ് ഇമ്പോർട്ടൻ്റ്. വെടിപ്പുള്ള കൈ, ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് ഞാൻ കറക്റ്റ് ചെയ്തു വരിക. ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആന്ന്, അതാ ദൈവവചനം. വെടിപ്പുള്ള കൈ. പക്ഷേ വെടിപ്പുള്ള കൈയുടെ സോഴ്സ് എവിടാ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നത്. അപ്പൊ എൻ്റെ ബിഹേവിയർ ശരിയായ ബിഹേവിയർ ശരിയായി സഭയെ മാത്രമല്ല വീട്ടിലും പോകണമെങ്കിൽ കൈ മാത്രം ശരിയായ പോരാ, ഹൃദയം കൂടെ ശരിയാകണം. കാരണം where nobody is watching me, where nobody is supervising me, സഭക്കാരുമില്ല, കമ്മിറ്റിക്കാർ കാണുന്നില്ല, how do I treat my wife? കൈ മാത്രമാണെങ്കിൽ ഇവിടെ ഓൾ റൈറ്റ്. നോക്കിയല്ലോ, കോട്ടൊക്കെ ഇട്ട് എന്ത് നല്ല അല്ലേ? നോ, കർത്താവ് എന്നാ പറയുന്നേ? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. അതിൻ്റെ സോഴ്സ് എവിടാന്നറിയാമോ? സോഴ്സ് ശരിയായെങ്കിൽ എന്നെ ആരും സൂപ്പർവൈസ് ചെയ്യണ്ട. ഇപ്പം നിങ്ങൾ കാണുന്ന ആൾ തന്നെയാണ് ഞാൻ വീട്ടിലും. അല്ലെങ്കിൽ ആരോ പറഞ്ഞ പോലെ मंडली में दूध है, घर में भूत है അല്ലേ? സഭ വരുമ്പോൾ എന്തുവാ? ദൂതനും, വീട്ടിൽ വരുമ്പം ഭൂതവുമാണ്. അപ്പം ഇത് രണ്ടും പറ്റുകയില്ല. കർത്താവ് അർത്ഥമാക്കുന്നത് അത് തന്നെയാണ്. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം. ഉറവിടം ശരിയായി കഴിഞ്ഞാൽ പുറമേ ഉള്ള ആ ഒഴുക്കുണ്ടല്ലോ, അതെപ്പോഴും ശരിയായിരിക്കും. അത് യാക്കോബ് പറയുന്നുണ്ടല്ലോ, ഒരേ ഉറവിൽ നിന്ന് കയ്പുള്ളതും. അത് വരാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അത്
കുറേ കഴിയുമ്പോൾ എപ്പോഴേലും ഒക്കെ തെളിഞ്ഞു വരും. പണ്ട് ഞാൻ നിങ്ങളോടൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, എന്നാ എൻ്റെ ഓർമ്മ. ഈ പണ്ട് കാലത്ത് ഈ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് പല ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് വെച്ച് ഒരാളുടെ സ്വത്ത് വേറൊരാൾ പിടിച്ചെടുക്കും. അതിനകത്ത് ഇവർ തമ്മിൽ ചൂത് കളിക്കും, പിന്നെ ഗാംബ്ലിങ്. അത് കളിച്ച് മറ്റേ ആളിൻ്റെ അതിൻ്റെ പേരിൽ ഓൺ ദ പ്രിറ്റൻസ് ഓഫ് ദാറ്റ് ഹി വിൽ കോൺകർ ദ അതർ പേഴ്സൺസ് ലാൻഡ്. ദാറ്റ് വാസ് ഹാപ്പനിങ് ആൻ ഓഫുൾ ലോട്ട്. ആൻഡ് വൺ ഡേ ഒരിക്കൽ ഒരു രാജാവ് ഏത് ഭാഷയും പറയാൻ കഴിവുള്ള ഒരുത്തനെ വേറൊരു രാജാവിൻ്റെ അടുത്തോട്ട് അയച്ചു. അയച്ചു പറഞ്ഞു, ഇവൻ്റെ മാതൃഭാഷ ഏതാണെന്ന് തെളിയിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത് കാര്യം നിനക്ക് തരാം, അല്ല തെളിയിച്ചില്ലെങ്കിൽ എനിക്ക് തരണം. മനസ്സിലായല്ലോ? അങ്ങനെ ഒരുത്തനെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ ആ രാജ്യത്തുണ്ടായിരുന്ന വിവിധ ഭാഷ സംസാരിക്കുന്ന നേറ്റീവ് ബോണായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നവരെ എല്ലാം കൊണ്ടുവന്നു. അവർക്ക് ആരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അവരെയൊക്കെ കൊണ്ടുവന്നു. അവർ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങി. ആർക്കും പിടിക്കാൻ പറ്റുകയില്ല ഇവൻ്റെ മാതൃഭാഷ എന്താന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കൊട്ടാരത്തിലെ ഒരു ബുദ്ധിമാനാകുന്ന ദാസനുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തെ വലിയ കാര്യമായിട്ടൊന്നും അവർ കരുതിയില്ലേലും എന്നാൽ ഒരു ലാസ്റ്റ് ട്രൈ എന്ന നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം ഉറക്കാതെയൊക്കെ ഇരുന്നു. അല്പം ആഹാരമൊക്കെ കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ നല്ല തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് നല്ല കുളിപ്പിച്ച് നല്ല വയറ് നിറച്ച് ഫുഡും കൊടുത്ത് അദ്ദേഹത്തെ ഉറങ്ങാൻ അനുവദിച്ചു. നല്ല ഉറക്കം പിടിച്ചപ്പം ഈ ദാസൻ ചെന്നു നല്ല ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു. നല്ല ഉറങ്ങി കിടക്കുക. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിൽ എന്നാൽ ഡിക്ഷണറിയിലില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അവ മനസ്സിലായി ഏത് ഭാഷക്കാരനാണെന്ന്. മനസ്സിലായോ? നമ്മളെല്ലാം വളരെ കൂളാണ്. കാരണം അനങ്ങാതെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ നല്ലതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. അപ്പം താഴേന്ന് ചിലത് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. The source is faulty. ഉറവിടം കലങ്ങിയതാണെങ്കിൽ അത് എന്നേലും ഒക്കെ പുറത്തു വരും. So what we really need, അതാ കർത്താവിൻ്റെ വചനം പറയുന്നത്. ആരാണ് യഹോവയുടെ പർവ്വതത്തിൽ കയറുന്നത്? ആര് കയറും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ. ബിഹേവിയർ കറക്റ്റാ, എന്നാൽ ബിഹേവിയർ മാത്രമല്ല, ഹൃദയവും കറക്റ്റാണ്. അവരെ കയറത്തുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. ഇത് ഒരു വശമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് so even David himself, he was so conscious that the Lord desired truth in the inward being. He prayed, teach me wisdom in my secret heart, O Lord. ദൈവമേ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അവിടെ നിശ്ചയിക്കുന്നത് എന്താ? അന്തർഭാഗത്തിലെ സത്യം. സോ എന്നെ ഉള്ളിൽ ടീച്ച് മീ ഓ ലോർഡ് വിസ്ഡം. ആൻഡ് ഹി കണ്ടിന്യൂസ്, ദൈവമേ സ്ഥിരമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്
സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. Create in me a pure heart, അല്ലേ? A clean heart, an established heart. സ്ഥിരമായ ഒരു ഹൃദയം, സ്ഥിരതയുള്ള ഹൃദയം, ചഞ്ചലിക്കാത്ത ഒരു ഹൃദയം, ഇളകിപ്പോകാത്ത ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചത്. അതിൻ്റെ കാരണം എന്നാ? സാം നമ്പർ 73:1 ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. Therefore create in me, O Lord, a clean heart, an established heart. ഈ ഒരു കാര്യം ഈ മത്തായിയുടെ സുവിശേഷം 5:6-7 സെർമൺ ഓൺ ദ മൗണ്ടിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് കർത്താവ് പറയാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? പറയാനുള്ള കാര്യം, ന്യൂ കവനൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ inbuilt in the new covenant which God promised to the Old Testament prophets, which he was going to do at the coming of Jesus when he came first, at the first coming. What kind of a covenant he was going to make with the people of Israel? Ezekiel chapter 36:25 and 26. എഹെസ്കേലിന്റെ പ്രവചനം 36:25-26 വായിച്ചു. ശ്രദ്ധിക്കണം. Since they couldn't accomplish what God demanded in the first covenant, ആദ്യത്തെ ഉടമ്പടിയിൽ ദൈവം ആവശ്യപ്പെട്ടത് അവർക്ക് ചെയ്യാൻ കഴിയുകയില്ലെന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ, യു അണ്ടർസ്റ്റുഡ്. പാപം എത്ര കഠിനമാണെന്ന് മനസ്സിലായല്ലോ. യെസ്റ്റർഡേ നമ്മൾ ഇന്നലെ കേട്ട പോലെ തന്നെ ലോ നമ്മളെ കാണിച്ചു ഇമ്പോസിബിളാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഡോണ്ട് വറി, ഐ എം ഗോയിങ് ടു മേക്ക് എ ന്യൂ കവനൻറ്റ്. പഴയ കവനൻറ്റ് എന്തിനാ തന്നെ? ഇത് സംഭവിക്കുകയില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? എന്തിനാ ദൈവം തന്നത്? എന്തിനാ പിന്നെ അതിനെ മാറ്റിയത്? അല്ലെങ്കിൽ അതിനെ നിവൃത്തീകരിച്ച് അതിനെ ഫിനിഷ് ചെയ്തു? എന്തിനാ? ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? ദൈവത്തിന് അറിയായിരുന്നു, പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ഓർത്ത എന്നാന്നറിയാമോ? നമുക്ക് ആ ബാബേൽ ഗോപുരം പണിതതുപോലെ നമുക്ക് പണിയാമെന്നാ ഓർത്തത്. പക്ഷെ ദൈവം പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയുകയില്ല എന്ന് പഠിപ്പിച്ചു. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ലോ. അതാ ന്യായപ്രമാണത്തിൻ്റെ ഫങ്ഷൻ. അതിനു വേണ്ടിയിട്ടാണ് തന്നത്, അല്ലാതെ ദൈവത്തിന് തെറ്റിയതൊന്നുമല്ല. ദൈവം ആദ്യം ഒരെണ്ണം തന്നേച്ച് എന്നാ വേണ്ട മക്കളെ, അതങ്ങ് തൂത്ത് കളഞ്ഞേക്കാം, പുതിയൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രയൽ ആൻഡ് എറർ അല്ല. നോ, ഗോഡ് ഡസൻറ്റ് ഡു ദാറ്റ്. He knew fully well what he was going to accomplish. മനുഷ്യനെ പഠിപ്പിക്കുകയായിരുന്നു, കുഞ്ഞെ, നീ എന്നോ ശ്രമിച്ചാലും എൻ്റെ പ്രമാണം, മൈ ഹോളിനെസ് ഈസ് ആസ് ഹൈ ആസ് ഹെവൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനാകണം. എന്നിട്ട് പ്രമാണവും കൊടുത്തു, പ്രമാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അവനെ ചെയ്യുന്നവൻ അവയാൽ ജീവിക്കുമെന്നും പറഞ്ഞു. ജീവിച്ചു. പക്ഷേ അവരെല്ലാം സമ്മതിച്ചൊരു കാര്യമുണ്ട്, കർത്താവേ അത് ഇമ്പോസിബിളാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ഡോണ്ട് വറി, ഐ എം ഗോയിങ് ടു മേക്ക് എ ന്യൂ കവനന്റ്. നൗ യു അണ്ടർസ്റ്റുഡ്, യു ആർ പുവർ ഇൻ സ്പിരിറ്റ്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ നീ ആത്മാവിൽ ദരിദ്രനാണെന്ന്. എന്നാൽ വിഷമിക്കേണ്ട, ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും.
കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയുക, ഇനിയും ആ ഹൃദയം കിട്ടുകയും ആ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തരികയും ചെയ്താൽ ആ ആത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നേ? ആത്മാവ് എന്നെ, അതുകൊണ്ടല്ലേ ആ മനോഹരമാകുന്ന ഹോളി സ്പിരിറ്റ് ഫെയ്ത്ത്ഫുൾ ഗൈഡ് അല്ലേ, ആത്മാവാം വഴി കാട്ടി എന്നെ ഇന്നും നടത്തി കൊണ്ടുപോകും വനത്തിൽ കൂടെ സാവധാനത്തിൽ. മനോഹരമാകുന്ന ഗാനം. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തും. എങ്ങനെ? ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ഒരുക്കമാണെങ്കിൽ. ആർ യു റെഡി? ഒരുക്കമാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നടത്തും. കാരണം പരിശുദ്ധാത്മാവ് ആരുടെ മേലും എന്താ പറയുന്നേ, ആരുടെ മേലും മക്കിട്ട് കയറത്തില്ല. പരിശുദ്ധാത്മാവ് ഹി ഈസ് പിക്ചേർഡ് ആസ് എ ജെന്റിൽ ഡോഗ്. ആരെയും പൊസസ് ചെയ്യത്തൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ഹി വിൽ പ്രോംപ്റ്റ് യു, ഹി വിൽ ലീഡ് യു, ഹി വിൽ ടെൽ യു, ഹി വിൽ എനർജൈസ് യു to say no to ungodliness and worldly passions. നമ്മുടെ ജഡത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്തു തരിക. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ആന്തരിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് കർത്താവിനോടുള്ളതാകുന്ന നിർമ്മലമാകുന്ന ഭക്തിയും ഏകാഗ്രതയുമാണ്. അപ്പോൾ ആ നിലയിലാണ് നമ്മളതിനെ കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച ആ സങ്കീർത്തന ഭാഗത്ത് ആ സമയം നമ്മൾ റെഫർ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. സങ്കീർത്തനം 24:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും എന്താ ഈ വ്യാജം? അവൻ്റെ ഉള്ളിൽ വെടിപ്പുള്ള കൈയുണ്ട്, നിർമ്മല ഹൃദയമുണ്ട്, ഇൻവേർഡ് പ്യൂരിറ്റി ഉണ്ട്, ബിഹേവിയറും ക്ലിയർ ആകുക. അവനാണ് യഹോവയുടെ പർവ്വതത്തിൽ കയറുന്നത്. എന്നാൽ അത് മാത്രം കൊണ്ട് പറ്റുകയില്ല, പിന്നെ വേറൊരു കാര്യം കൂടെ അവിടെ നടക്കണം. അവൻ എന്ത് ചെയ്യുന്നില്ല? വ്യാജത്തിന് മനസ്സ് വെക്കുന്നില്ല. എന്താ വ്യാജം? മനോഹരമായിട്ട് ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. Who has clean hands and pure heart, who has not lifted up his soul to an idol. വ്യാജമെന്ന് പറഞ്ഞാൽ എന്താ? ഐഡൽസ് ഉണ്ടോ? നമുക്കറിയാം, നമ്മൾ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഐഡൽസ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അനേകർക്കും ഒത്തിരി ഐഡൽസ് ഉണ്ട്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, അതെന്നോ ഐഡലാണോ? ചിലപ്പം ഏറ്റവും നല്ല കാര്യം എൻ്റെ ഐഡലാകാം. ഐഡിയൽ എന്താണ് ഐഡൽ? ഞാൻ പറയാം, എൻ്റെ ശുശ്രൂഷ. ആരുടെ ശുശ്രൂഷ? എൻ്റെ ശുശ്രൂഷ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതൊരു വിഗ്രഹമാണ്. അതിൻ്റെ കാര്യം എന്നാ? കഴിഞ്ഞ ദിവസം ഞാൻ തുടർച്ചയായിട്ട് വായിക്കുന്നതിൽ ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അവിടെ ശമൂവേലിൻ്റെ അമ്മ കൊണ്ടുവന്ന് ശമൂവേലിനെ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഗിവ് ഹിം ബിക്കോസ് ഐ ഹാവ് റിസീവ്ഡ് ഹിം. Samuel is the person who was given to his parents, and because he was given to them, when Hannah comes, she gives him back to the Lord. ദൈവം എനിക്ക് തന്ന, അതുകൊണ്ട് ഇനിയും ആകെ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു മോനാ. പക്ഷേ ആ മോനെ കിട്ടിയപ്പോൾ തിരിച്ചുകൊണ്ട് ദൈവസന്നിധാനം കൊടുത്തേച്ച് പറഞ്ഞ്, അയ്യോ കഷ്ടമായിപ്പോയി,
അല്ലേ എന്ന് പറഞ്ഞാണോ ഹാന തിരിച്ചു വരുന്നേ? അല്ല. ആ 2-ാമത്തെ അധ്യായം ഒന്ന് എടുത്തെങ്കിൽ വായിച്ചു. പെട്ടെന്ന് എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. when given to the Lord, joy of giving everything to the Lord. ഈ ജോയൊക്കെ നമുക്കൊക്കെ പലർക്കും അന്യമാണ്. കാരണം നമ്മൾ കേൾക്കുന്ന പ്രസംഗവും അത്രയാ. നമ്മൾ കേൾക്കുന്ന പ്രസംഗവും അത്രയാ. കാരണം എല്ലാം വാ തരാം. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ കറുത്ത പുസ്തകം ഞാൻ എടുത്തു, പണ്ട് ഞാൻ എടുത്തു, ഇപ്പം ഇതന്നെ എടുക്കുകയാ. ചുമ്മാ പണങ്ങിയെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. അങ്ങനൊന്നും അല്ല കാര്യം. അത് 2-3 തലമുറ പുറകിലുള്ള ഭക്തന്മാർക്ക് അറിയായിരുന്നു. അവരെന്നാ പാടിയെന്നറിയാമോ? തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമാക്കി വെച്ചേച്ച് എന്നേക്കും തന്നിൽ പ്രേമമായി. തന്നിൽ പ്രേമമാണെങ്കിൽ, അതുകൊണ്ടാണ് I think it was David Livingstone who said, if Christ is whom he claims to be, അദ്ദേഹം പറഞ്ഞത്, ക്രിസ്തു അവിടുന്ന് ആരായിരിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ, ആരോ അദ്ദേഹത്തോട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഇതൊന്നും ഒരു സാക്രിഫൈസ് അല്ലെന്നേ. എന്ത്? നമുക്ക് പലതും ഭയങ്കര സാക്രിഫൈസായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് 9 മണിക്ക് ഇനി തണുപ്പ് കൂടിയ സഭായോഗത്തിന് വലിയ സാക്രിഫൈസാണ്. കുഞ്ഞുങ്ങളെ എണ്ണയിപ്പിക്കണം, അത് ഭയങ്കര ഏതാണ്ട് വലിയ സാക്രിഫൈസാണ്. അതൊന്നും സാക്രിഫൈസ് അല്ലെന്നേ. ഇഫ് ക്രൈസ്റ്റ് ഈസ് വർതി ഓഫ് എവറിഥിങ്, വാട്ട് ഈസ് എ സാക്രിഫൈസ്? നത്തിങ്, ആബ്സല്യൂട്ട്ലി നത്തിങ്. കർത്താവ് അവിടുന്ന് ആരാണെങ്കിൽ ഞാൻ വല്ലതും കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ആണോ? അങ്ങോട്ട് വെച്ചേച്ച് ഇങ്ങോട്ട് മേടിക്കാൻ എനിക്ക് പറ്റുമോ? അത് പോള് ചോദിക്കുന്നുണ്ട്. ഈ പ്രസംഗരൊന്നും ഇതൊന്നും കാണുന്നില്ലല്ലോ. ദൈവത്തിന് മന്ത്രിയായിരുന്നവനാർ, അവൻ അങ്ങോട്ട് കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കാൻ കഴിയുന്നവനാർ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. അവൻ എന്നേക്കും മഹത്വം. ഇതാ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഹന്ന സാമുവലിനെ കൊണ്ടുവന്ന് അവിടെ സമർപ്പിച്ച് കഴിഞ്ഞപ്പം ആ 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലാസ്റ്റ് വേഴ്സ്. മൂന്നിൻ്റെ ലാസ്റ്റ് സോറി. അതോ ഇങ്ങനെ യഹോവ ശമൂവേൽ പ്രവാചകനോ യഹോവയുടെ മുമ്പാകെ, ശ്രദ്ധിച്ചേ ആ വാക്യം, 3:1 പ്ലീസ്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. നോക്കിയേ, now the boy Samuel ministered to the Lord. What is more important? Ministering to the people is not as important as ministering to the Lord. ഇപ്പോൾ ministering to the people is important to me, then that becomes an idol. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും നല്ല കാര്യമാണ്. മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുന്നതാ എൻ്റെ വലിയ കാര്യമെങ്കിൽ അതൊരു ഐഡലാണ് എനിക്ക്. കാരണം മനുഷ്യരെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് എന്നോ കിട്ടുമെന്നറിയാം, കൊള്ളാം, തരക്കേടില്ല. അത് കേൾക്കുമ്പോൾ എനിക്ക് ഏതാണ്ടൊരു സുഖം. അത് ജഡമാണേ, ജഡത്തിൻ്റെ ക്ലിയർ ഫോമാ അത്. നോ,
if I minister to the Lord, then എന്നാൽ എനിക്ക് വ്യാജത്തിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, മനസ്സ് വെക്കുക. അപ്പം ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജത്തിന് മനസ്സ് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ a man who has a clean heart, who doesn't lift up his soul to an idol, in his relations with both God and man, he is free from falsehood. Falsehood ഇല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലുമില്ല, മനുഷ്യരുടെ ഉള്ള ബന്ധത്തിലുമില്ല. പിന്നെ ഹൃദയശുദ്ധിയുള്ള ആളിൻ്റെ കാര്യം എന്നാ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പാപജടത്തിൽ ജീവിക്കുന്ന കാലത്തോളം, വീണ്ടെടുപ്പ് സംഭവിക്കുവോളം നമ്മളാരും ക്ലീൻ അല്ല. പിന്നെ കർത്താവ് ഇവിടെ പറയുന്നത് എന്താ? ഹൃദയശുദ്ധിയുള്ളവരെ കാണത്തുള്ളല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. മൈ ടോട്ടൽ ഡിവോഷൻ ഇൻ സ്പൈറ്റ് ഓഫ് മൈ വീക്ക്നെസ്, in spite of my failures, in spite of my sinfulness, my devotion is to the Lord. I want to be utterly sincere before the Lord. I don't want to be having a falsehood in any shape or form. See, അതിൻ്റെ പേരാണ് സിൻലെസ്നെസ് അല്ല. കാരണം സിൻലെസ്നെസ് ആണെങ്കിൽ നമ്മളാരും ക്വാളിഫൈ ചെയ്യത്തില്ല. അതല്ല. വാട്ട് ഈസ് മൈ ഡിവോഷൻ ടു ദ ലോർഡ്? ഞാൻ വ്യാജത്തിന് മനസ്സ് വെക്കുന്നവനാണോ? എൻ്റെ പ്രസംഗത്തിൽ എൻ്റെ താല്പര്യം പ്രസംഗം നന്നാകണമെന്നാണോ, അതോ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നാണോ? ഏതാ? അവിടെയാ വ്യാജം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഹാവ് എൻ ഐഡൽ, ഇഫ് ദർ ഇസ് എൻ ഐഡൽ, ദെൻ ഐ എം നോട്ട് എ മാൻ വിത്ത് ക്ലീൻ ഹാർട്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത് 1-2 മിനിറ്റുകളിൽ ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് ഈ യാക്കോബ് എന്ന അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ മാത്രം നമ്മൾ കാണുന്നൊരു വാക്കാണ് ഇരുമനസ്സുള്ള മനുഷ്യൻ. 1:8 4:8 യാക്കോബ് അത് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ. 1:8. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ മസ്തുരനാകുന്നു. എ ഡബിൾ മൈൻഡഡ് മാൻ. എനിക്ക് കർത്താവിനെ ഞാൻ സേവിക്കും, പക്ഷേ സേവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്നാ? എനിക്ക് ഇവിടെ കാര്യമൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം. പിന്നെ ഉപദേശിമാരൊക്കെ പറയുന്നത് പോലെ പിന്നെ സ്വർഗവും വേണം, മരിച്ചാൽ പിന്നെ എനിക്ക് നരകത്തിൽ പോകാൻ ഇഷ്ടമില്ല. ഇതിൻ്റെ പേരാ ഇരുമനസ്സ്. ഇതിൻ്റെ പേരാ ഇരുമനസ്. ഞാനത് വിശദമാക്കാം. ഇനി യാക്കോബ് 4:8 ഒന്ന് വായിച്ചു. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. പാപികളെ ആരെയാ വിളിക്കുന്നതെന്നറിയോ? ദൈവസഭയ്ക്ക് ലേഖനം എഴുതുക, അന്നേരം വിളിക്കുന്നത് പാപികളെ കൈകളെ വെടിപ്പാക്കും. ദൈവത്തോട് പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ ബിഹേവിയർ ശരിയാകണം. അടുത്തത്, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. നോക്കുക, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. എന്തുകൊണ്ടാണ് യാക്കോബ് വരെ അങ്ങനെ വിളിക്കുന്നേ? ഡബിൾ മൈൻഡഡാ, 2 മനസ്സാ. അതിന് കാര്യമുണ്ട്. അവരോർക്കുന്നത് they can run the show very comfortably. They can at the same time love the world and love God. That is what they presumed upon. Look at verse 4. Chapter 4 and verse 4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകസ്നേഹത്തെ എങ്ങനെയാ പരിശുദ്ധാത്മാവ് അഡ്രസ് ചെയ്യുന്നത്? അഡൾട്രസ് അല്ലേ? Do you not know? 2 കാറ്റഗറിയിലുള്ളവരെയും പറഞ്ഞിട്ടുണ്ട്, അഡൾട്ടറേഴ്സ് ആൻഡ് അഡൾട്രസസ്. Do you not know that friendship with the world is enmity with God? Whoever therefore wants to be a friend of the world
makes himself an enemy of God. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. രണ്ടും കൂടെ നടക്കുക, മിക്സ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞത് പോലെ ചർച്ചിനകത്ത് ദൂതനും വീട്ടിൽ ഭൂതവും ഇങ്ങനെ പോകാം. നോക്കുന്നത്, വി ഓൾ നോ ഹൗ ടു റൺ ദ ഷോ വെൽ. സി, ദാറ്റ് ഈസ് അവർ പ്രോബ്ലം. പിന്നെ വേഴ്സ് 5, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? James warns them, God would not simply tolerate that. He is a jealous God. He wants your full allegiance, not a divided allegiance between world and religiosity. No. ലോകത്തിനും മതഭക്തിക്കുമിടയിലുള്ള ഒരു ഡിവൈഡഡ് ഹാർട്ട്, ഇരുമനസ്സുള്ള ഹൃദയമല്ല വേണ്ടത്. അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് dwells in us, yearns jealously, ഇല്ലേ? Because he is a jealous God. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും with all of your strength. No division. ഡിവൈഡ് ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ രണ്ട് യുഗങ്ങളുടെ ഓവർലാപ്പിൽ ഇങ്ങനെ ജീവിക്കുക. യേശു കർത്താവ് വന്നപ്പോൾ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുളോ അതിനെ കീഴടക്കിയില്ല. ഇരുൾ അവിടെ ഉണ്ട്, പക്ഷേ ഇരുളിന് കീഴടക്ക. സ്ലോലി the light is coming, but the darkness is still there. But there will come a day when the darkness will be completely removed, when the Son of Righteousness will dawn in his full glory. അതുവരെ ഇവിടെ ഇരുളുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കളിൽ നിന്നും ഈ ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, രാത്രി കഴിവാറായി, പകലേറ്റവും അടുത്തു. അതുകൊണ്ട് ഇരുളിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് നാം വെളിച്ചത്തിൻ്റെ ആയുധം ധരിച്ചുകൊള്ളുവീൻ. ഇരുൾ അവിടെ ഉണ്ട്, വെളിച്ചവുമുണ്ട്. ദൈവമക്കൾ വെളിച്ച. പക്ഷേ ഇവിടെ പറയുകയാണ്, എന്തുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്? അവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കാം. 3:15 ഒന്ന് വായിച്ചേ. 1-2 വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 3:15, യാക്കോബ് 3:15. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ഷാഢ്യമുള്ളിടത്ത്. ഇനി അതിൻ്റെ 2 നിലയിൽ നാവിനെ ഉപയോഗിക്കുന്നവർ, അതുകൊണ്ടാണ് ഇവർ ഡബിൾ മൈൻഡഡ് ആയിരിക്കുന്നത്. 3-ന്റെ നമുക്കറിയാം, 3:15 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പിന്നെ അതിന് എനിക്ക് വാക്കുകൾ വിശദീകരിക്കുക ഇപ്പം നേരമില്ല. 3:9-10 ഒന്ന് വായിച്ചേ. നോക്കിയേ, ഡബിൾ ലൈഫ്, ഡിവൈഡഡ് ഹാർട്ട്. ഒരേ നാവ് കൊണ്ട് എന്തോ ചെയ്യുന്നു? നാം സ്തുതിക്കുകയും ചെയ്യും, ശാപിക്കുകയും ചെയ്യും. അവരോടാ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവീൻ. നോക്കിയേ, കൈകൾ മാത്രം വെടിപ്പായിരുന്നാൽ പോരാ, ഹൃദയവും ശുദ്ധീകരിക്കണം. അതുകൊണ്ട് യാക്കോബ് പറയുന്ന, സങ്കടപ്പെട്ട് കരയാൻ, ലോർഡ് ക്ലെൻസ് മീ. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. അങ്ങനെ വെടിപ്പാക്കി കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ മിക്സ്ചറാണ് ഭയങ്കര അപകടം കേട്ടോ. മിക്സ്ചർ ഈസ് വെരി ഡേഞ്ചറസ്. നമുക്കറിയാമല്ലോ, പണ്ട് ഞങ്ങൾ ബോംബെയിലൊക്കെ താമസിച്ചിരുന്നത്, ദിസ് ഈസ് വെരി ഫെമിലിയർ ടു അസ്. അവിടെ എലിയുടെ ശല്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എലിയുടെ ശല്യം ഉള്ളപ്പം അവിടെ ഒരു എലിക്ക് കൊടുക്കാനായിട്ടൊരു കേക്ക് മേടിക്കാൻ കിട്ടും കടയിൽ. ആ കേക്ക് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ
അതിനകത്തൊരു 90% ധാന്യങ്ങളാണ്, നല്ല എഡിബിളായിട്ടുള്ള ഗോതമ്പ് എന്ന് വേണ്ട അതുപോലുള്ള ധാന്യങ്ങളാണ്. കൂടി വന്ന ഒരു 10% വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ള അതിനകത്ത് വിഷം, ബാക്കി മുഴുവൻ കൊള്ളാവുന്നതാണ്. പക്ഷെങ്കിൽ മിക്സ്ചർ കിൽസ്. മനസ്സിലായോ? We think we can run the show very comfortably, but it kills. It kills your spiritual life. Mixture kills. അല്ലേ? അതുകൊണ്ടാ നല്ല നല്ല ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇൻഫെക്ഷൻ കൺട്രോളിനൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്താ കാര്യം എന്നാ? എ വെരി മൈന്യൂട്ട് amount of pollution can kill a person. ഇല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രോഗിയെ, അവനെ കൊല്ലാൻ ഹൃദയസ്തംഭനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ ഇൻഫെക്ഷൻ മതി, പോരെ? So they wanted to make sure it is absolutely clean. No mixture. Mixture always kills. Okay? We may think we can run the show. No. ആർക്കും പറ്റിയില്ല. Ultimately it will kill. അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടേണ്ടത് കേട്ടോ. ഈ മിക്സ്ചർ നമ്മൾ ചിന്തിക്കും ലോകരാരും അറിയുന്നില്ലെന്ന്. But it will kill you someday. അതുകൊണ്ട് കർത്താവ് എന്നാ പറയുന്നേ? നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? നമ്മൾ ദൈവത്തെ കാണാൻ തുടങ്ങും. എങ്ങനെ കാണും? ഏറ്റവും ബെസ്റ്റ് ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ജെനസിസ്, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 50 and verse 20. യോസഫിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു. നിങ്ങളത് ചെയ്തത്. They cannot turn around and tell him, oh no, because you already said that God has sent you earlier on because he wanted to save all of us. No. God works out everything for his end, that is sure, but man will be held for what he done. മനുഷ്യൻ ചെയ്തതിന് അവനെ ദൈവം പിടിക്കും, അതിനൊരു സംശയമില്ല. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവമോ ഇന്നുള്ളത് വായിക്കണ്ട. അതിൻ്റെ മുകളിലുള്ള വാക്യം 45 മുതൽ നമ്മൾ വായിച്ചു നോക്കി, അധ്യായങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളല്ല എന്നെ ഇങ്ങോട്ട്, യോസഫ് പറയുന്നത് വായിച്ചിട്ടുണ്ടോ? നിങ്ങളല്ലെന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചെന്ന്. Who? A man with a clean heart who never compromised. Even when it was good for him, he didn't compromise. That man says, നിങ്ങളല്ലെന്നെ അയച്ചത്. അപ്പം ഇപ്പോഴും കാണും. നമ്മൾ പണ്ടത്തേതൊക്കെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടല്ലോ, ഒരു കാരണവശാലും ഞാൻ വിടുകയല്ല, ഞാൻ ചത്താലും ആ ചത്ത് ഒരാഴ്ച കഴിഞ്ഞാലും അതവിടെ കിടക്കും. When a person is cleansed, അവൻ എന്നോ പറയുമെന്നറിയാം, അയ്യോ അത് നീ അല്ല ചെയ്തത്, ഇതിൻ്റെ പുറകിൽ നമുക്ക് 2 പേർക്കും എതിരായിട്ടൊരു ശത്രു ഉണ്ടല്ലോ, അവനാ ജയിച്ചത്. സോ ഡോണ്ട് വറി. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായോ? മനസ്സിലാകാത്ത ആരേലും ഉണ്ടോ എന്ന് കൈ ഉയർത്തിക്കുക. സമയം തീർന്നു. ഇല്ല. They shall see God. നിങ്ങളല്ല, ദൈവമായ എന്നെ അയച്ചത്. ഏത് കാര്യമാണ് ചെയ്തേ? ഇന്നത്തെ പോലെ അവനെന്നെ നോക്കി അവനെന്നോട് ഇങ്ങനെ കാണിച്ചു, അതൊന്നുമല്ല. കൊന്നു. ഇൻഫാക്റ്റ് കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചെന്ന് മാത്രമല്ല, കൊന്നു. ആ മൂത്ത സഹോദരൻ ഇല്ലായിരുന്നതുകൊണ്ട് അവർ തീർത്തേനെ. They would have finished him off. അങ്ങനെയുള്ള അതൊക്കെ യോസഫിന് അറിയാമായിരുന്നോ? ഇല്ലയോ? അറിയായിരുന്നു. But a man with a clean heart will see God. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ആശയം മനസ്സിലായോ? A man who has an undivided devotion to God.
രണ്ട് തോണി കാല് വെക്കുന്നവനല്ല, അൺഡിവൈഡ്. അതാ, അല്ലാതെ പാപമില്ലായ്മയല്ല. പാപമില്ലായ്മയാണ് നമ്മളാർക്കും കാണാൻ പറ്റിയല്ല, പാപം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെങ്കിൽ എ മാൻ വിത്ത് എ ക്ലീൻ ഹാർട്ട്, he will see God. ഇനിയും സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്നു, കൊയർ മെമ്പേഴ്സ്. ഇനിയും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതെന്നറിയാമോ? അതിൻ്റെ 22-ാമത്തെ അധ്യായം 3-ാം വാക്യം കൂടെ വായിച്ചോ സഹോദരന്മാർ? മുൻപോട്ട് കയറി വരുന്ന സമയത്ത് അത് വായിച്ചങ്ങ് അവസാനിപ്പിക്കാം. വേറെ അനേക വാക്യങ്ങളുണ്ട്. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. യാതൊരു ശാപവും അവിടെ ഉണ്ടാകുകയില്ല. ഇനി ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. So there will be a beatific vision later on, but here and now there is a spiritual vision. ഇല്ലേ? അതുകൊണ്ടാണ് യോസഫിനെ കുറിച്ചും മോശയെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാർ മുൻപോട്ട് കടന്നു വരാം. നമ്മൾ ആ ഗാനം ചേർന്ന് പാടാൻ പോവുകയാണ്. എല്ലാവരും ആ സമയത്ത് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ചേർന്ന് ആ ഗാനം പാടുകയും നമ്മുടെ സ്തോത്ര വഴിപാട് കർത്താവിൻ്റെ പാദപീഠത്തിൽ അർപ്പിക്കുകയും ചെയ്യാം.